നമ്മള് സ്ത്രീകളൊക്കെ ഓൾമോസ്റ്റ് ഈക്വലായി. ഇനി നമ്മൾ സ്ത്രീകൾ ഇത്തരം സംവരണമൊന്നും വേണ്ടെന്ന് വെക്കണം ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വന്നാൽ ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. ഒന്ന്, മാം, പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം വന്നപ്പോൾ 50% സംവരണം വന്നുകൊണ്ട് മാത്രമാണ് സ്ത്രീകളൊക്കെ പഠനത്തിലേക്ക് വന്നു തുടങ്ങിയത്. മറ്റത് വീടിന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. ഇപ്പോഴും കേരളത്തിലെ പല ജില്ലകളിലും സ്ത്രീകളുടെ ഏകദേശം 20 സംസ്ഥാനങ്ങളിൽ 50%, ബാക്കിയുള്ളവർക്ക് ഇപ്പോഴും 33% ഉള്ളൂ. അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് ഒരു ഓപ്ഷനേ ഇല്ല. ആ സ്ത്രീകൾ ഭരിച്ചുകൊണ്ട് മാത്രമാണ് പല പഞ്ചായത്തും അവിടുത്തെ അടിസ്ഥാന ഘടകങ്ങൾ വളരെ ഇമ്പ്രൂവ് ആയത്. നിയമനിർമ്മാണ സഭയിൽ പക്ഷേ ഇല്ല. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? സാനിറ്ററി പാഡ് ഇല്ലേ, എല്ലാ സ്ത്രീകളും നിർബന്ധപൂർവ്വം ഒരു നിവൃത്തിയില്ലാതെ 21 ദിവസം ഉപയോഗിക്കേണ്ട പാഡ്, അതിന് 18% ടാക്സും കൊക്കോക്കോളയ്ക്ക് 5% ടാക്സും വെക്കാൻ ഈ വിദ്വാന്മാർ തീരുമാനമെടുത്തു. അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകൾ വന്നാൽ മാത്രമാണ് ഇത് മനസ്സിലാവുക. ഒരു സ്കൂളില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നാപ്കിൻ വിതരണം ചെയ്യാൻ വന്നു. എല്ലാവർക്കും ഓരോന്ന്. ഒരു സ്ത്രീയെ കുറിച്ച് അടിസ്ഥാന വിവരം ഉണ്ടെങ്കിൽ ആ പുരുഷന് മനസ്സിലാവില്ലേ എത്ര നാപ്കിൻ വേണമെന്ന്. ഇതെന്തുകൊണ്ടാ? നിയമനിർമ്മാണത്തിന്റെ ഏരിയയിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ഏകദേശം 53% സ്ത്രീകളുള്ള കേരളത്തില് കഷ്ടി 12% ഇപ്പം നിയമസഭയിലുള്ളത്. ലോക്സഭയിൽ എത്രയെന്നറിയോ? 5%. 12 പേര് 8.5%. എന്തുകൊണ്ടാ? ഈ പുരുഷ മേധാവിത്വ സമൂഹത്തില് സ്ത്രീകള് പുരുഷന്മാരുടെ തലയുമായിട്ടാണ് ഇരിക്കുന്നത്. സ്ത്രീകളുടെ രീതിയല്ല. തർക്കിക്കാനല്ല മോനെ, ഒരു കാര്യം പറയുന്നത് ഫാക്ട്സ് ആണ്. എന്ത് വേണം? മാം നേരത്തെ പറഞ്ഞ ഒരു സാധനത്തെ ദയവ് ചെയ്ത് മാമിന്റെ പൊസിഷൻ നോക്കിയിട്ട് കേരളത്തിലെ ഈ 3.5 കോടി ജനങ്ങളിലെ പകുതി വരുന്ന 53% സ്ത്രീകളും മാമിനെ പോലെ എല്ലാം ആയിന്ന് വിചാരിക്കരുത്. 50% സാറ് പറഞ്ഞ് പിന്നെ നിയമസഭയിൽ സ്ത്രീകൾ കുറവാണെന്ന്. അപ്പൊ നമ്മൾ തുല്യത എന്ന് പറയുമ്പോ അത് 50-50 ആയിട്ട് ഡിവൈഡ് ആകുകയല്ലേ? വരണം. ഈ സ്ത്രീകളെ നമ്മൾ പരിശ്രമിക്കുന്നത് ഒരു കാരണം വേണമല്ലോ. അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണോ? സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ലാത്തോണ്ടാണോ സ്ത്രീ ആവാത്തത്? അല്ല, അവരെ തടയുന്ന എന്തോ ഒരു സംഗതി സാറിനോട് ഒരു ചോദ്യമുണ്ട്. അല്ലേ, ഞാൻ ചോദിക്കട്ടെ. സാറേ ഞാൻ ചോദിക്കട്ടെ. സാറ് പറഞ്ഞ ഇങ്ങനെ സംവരണം കൊടുക്കണം. സ്ത്രീകൾ മത്സരിക്കുന്ന സ്ത്രീകൾക്ക് വോട്ട് ചെയ്യട്ടെ. സ്ത്രീകൾക്ക് താല്പര്യമില്ലാത്ത ഇന്ത്യയിലെ മത്സരിക്കുന്നതിന് ജയിക്കാൻ സാധ്യത കൂടുതൽ. സ്ത്രീകൾ മത്സരിക്കുന്നത് ജയിക്കാൻ സാധ്യത എല്ലാ കണക്കും അങ്ങനെയാണ്.